ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരുന്ന് കരുതട്ടെ. ഞാനിന്ന് നമ്മുടെ ലഞ്ചിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് നോയമ്പൊക്കെ ആയതുകൊണ്ട് ഇറച്ചി മീനൊന്നും ഇല്ലാത്ത നമ്മുടെ സാധാ ഊണ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നോയമ്പെടുക്കുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്നവർക്ക് ഈ ഒരു ഐഡിയ ചിലപ്പം യൂസ്ഫുള്ളായെങ്കിലോ. അപ്പം ഞങ്ങളുടെ വലിയ വിഭവങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ രീതിയിലുള്ളൊരു സദ്യയല്ലാട്ടോ, ചോറ് ഉണിച്ചാട്ടോ. അപ്പം സാധാ റൈസ് കുത്തിരി ചോറെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെറുപയർ കറി, ചെറിയൊരു ചാറ് പോലെ കുഴച്ച്, അതായത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത ഒരു പയർ കറിയാട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ അവിയലാണ്. അപ്പം നമ്മൾ നോയമ്പൂടി ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി നല്ല പ്രോട്ടീനൊക്കെ ആയിട്ട് എല്ലാം കൂടെ മിക്സഡായിട്ടുള്ള ഐറ്റംസ് കഴിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് അവിയൽ വെച്ചു. അപ്പം വെജിറ്റബിൾസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം, നല്ല മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ചൊരു അവിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറുപയർ ഒരു കുഴമ്പ് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ഞാൻ ചോറ് കുറച്ചെടുത്തിട്ട് കറി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മേടിച്ച ഒരു അച്ചാറാണ് കേട്ടോ, കടുമാങ്ങ അച്ചാറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേനും നല്ലൊരു ഊണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടാണ് കഴിച്ചിരിക്കുന്നതെന്ന് പറയാം. പിന്നെ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ മോരാണ് കേട്ടോ. നമുക്ക് അതായത് മോരും വെള്ളമില്ലേ, തൈരിന് ഞാൻ മോരാക്കിയിട്ട് എടുക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് ഒഴിച്ച് ചോറിനൊന്ന് നനച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെയാണല്ലോ. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ പപ്പടം വറുക്കാനില്ലായിരുന്നു, അതുകൊണ്ട് ചിപ്സ് കൂട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ലേസൊക്കെ പോലത്തെ പൊട്ടറ്റോ ചിപ്സാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ വാഴയ്ക്ക വറുത്തത്, മിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ, എടുക്കാറുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചിപ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾക്ക് വേണ്ട കറികളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഉണ്ണാനായിട്ട് പോകുന്നതാണ്. അപ്പം ഈ ഒരു ഐഡിയ ചിലപ്പോൾ ഈ ചിപ്സൊക്കെ കഴിച്ചിട്ടില്ലാത്തവർക്കൊന്ന് ചിലപ്പോൾ കഴിച്ചില്ല. ചിലപ്പോൾ മിച്ചർ, അതുപോലെ നമ്മുടെ വാഴയ്ക്ക വറുത്തത്, ഇങ്ങനത്തെ ചിപ്സെല്ലാം അതിനോടുകൂടി നല്ലൊരു ഇതായിട്ട് ഇടുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നതൊക്കെ, ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഴിക്കാൻ വിചാരിച്ച് ഈ ഒരു ചോറുണ്ണാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊന്ന് പറയാനായിട്ട്, അപ്പം കുറച്ച് ഫ്ലവർ കഴിഞ്ഞ ദിവസം മേടിച്ചത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഡഫോഡിൽസിൻ്റെ ആണ്. അപ്പം അത് ഞാൻ ഓർത്തെന്നാൽ പിന്നെ അതുകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അത് വേറെ ഒന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഈ കൂടത്തിൽ തന്നെ അങ്ങ് ഫുഡ് കഴിപ്പും എല്ലാം കഴിഞ്ഞ് ബാക്കി ഫ്ലവേഴ്സും കൂടി അറേഞ്ച് ചെയ്ത് ഇന്നത്തെ തന്നെ ദിവസം ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെന്നെങ്കിലും ആകുമല്ലോ. അപ്പോൾ ഇന്ന് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവധിയായിരുന്നതുകൊണ്ട് അതൊന്നും എടുത്തില്ല. എങ്കിലും ഞാൻ ചെറിയ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ലഞ്ചും ഈ ഒരു ഫ്ലവേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.